ഹായ്, എന്നാണ്ട് സുഖല്ലേ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോന്റെ ലാസ്റ്റ് സമയത്ത് അത് ബ്ലാങ്ക് ആയിപ്പോയി കേട്ടാ. അതെന്താ സംഭവം അറിയത്തില്ല. അത് എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ പറ്റിപ്പോയതാണ്. നമ്മൾ വലിയ പ്രൊഫഷണൽ വലിയ എഡിറ്റുകാരനൊന്നും അല്ല. അതുകൊണ്ട് പിന്നെ എന്താണെന്ന് അറിയത്തില്ല, എന്തോ പറ്റിപ്പോയി കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ തട്ടുകേട് കിട്ടിയിട്ടുള്ളത്. രാവിലെ കുറച്ച് വഴി തെറ്റിപ്പോയി. നമ്മളിങ്ങനെ മഴ തുടങ്ങി കേട്ടോ. ഇപ്പോൾ എയർപോർട്ടിൽ തന്നെയുള്ള ഇതിപ്പോൾ ഒരു പമ്പാന്ന് കേട്ടോ. നമ്മൾ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി സൈഡാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഡീസൽ അടിക്കുന്നത്. ഇത് ലോക്കാകുന്നില്ല. എന്നിട്ട് ഞാൻ ഗ്ലൗസ് വെച്ചിട്ട് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഡീസൽ അടിക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഇവിടെ വണ്ടി കഴുകാനുള്ള സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഹാർഡ് ബ്ലോ അടിക്കാനുണ്ട്. ഇതാണ് ഡീസൽ അടിക്കുന്നത്. ഇതവിടെ കഴുകുന്നത്. ഒന്ന് കഴുകണം കേട്ടോ. വണ്ടി ഒന്ന് കുട്ടപ്പനാക്കാനുണ്ട് ചെറുങ്ങനെ. ചില പമ്പിലേ കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉള്ള സംവിധാനമൊക്കെ ചില പമ്പിലേ കിട്ടുള്ളൂ. ചില സ്ഥലത്ത് ഇങ്ങനെ നല്ല വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഹാർഡ് ബ്ലോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീസലും ഹാർഡ് ബ്ലൂ അടിച്ചിട്ട് വീണ്ടും ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഗ്ലാസ്സുള്ള നല്ല വൃത്തിയായില്ല. ഇപ്പോൾ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ചെറിയ തട്ടുകേട് കിട്ടിയിട്ടുള്ള കമ്പനീൻ്റെ ഫോണ് മാപ്പല്ല ഇരിക്കുന്നത്. അതായത് ഇതിലാണ് പോകുന്നത്. ടോംടോമിൽ കമ്പനി പറയുന്ന റോഡ് വഴി അല്ല പോകുന്നത്. ഗൂഗിൾ മാപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ 4 പേരാട്ടോ. മാപ്പ് കമ്പനി പറയുന്ന റോഡിന് നമ്മൾ പോകണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് റോഡ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള പൈസ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കമ്പനി പറയുന്ന റൂട്ടിന് പോകണം. റോഡ് നമ്പർ കമ്പനി തന്നിട്ടുണ്ട്. ആ റോഡ് നമ്പർ നമ്മൾ വെച്ച് നോക്കുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ടോം കാണിച്ചു തരുന്ന വഴികൾ മാറ്റമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഓരോരോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് പോക്കാണ് നമ്മളെ കഴിവ് കേട്ടോ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തോ ഒരു എറർ സംഭവിച്ചതാണ്. എന്താ സംഭവിച്ചത് അറിയത്തില്ല. ഞാൻ പല ആളുകളുടെ അടുത്തും വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വരാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. അവർക്കൊക്കെ സാധാരണ ഇതാകുന്നുണ്ടെന്ന്. അപ്പോൾ എന്താ അപ്ഡേഷനോ എന്തെങ്കിലും ആയിരിക്കാം. ഇതിപ്പോൾ പുതിയതായിട്ട് കമ്പനിക്ക് വന്ന സിസ്റ്റമാണ് കേട്ടോ. ഫ്ലീറ്റ് ആൻഡ് അത് നമ്മുടെ തലക്കിട്ട് തന്നെ ഫസ്റ്റ് അടിച്ചു എന്ന് തോന്നുന്നു. ടോംടോമിനെ രാവിലെ നോക്കി വന്നിട്ട് കൊളാങ്കട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ചെറുങ്ങനെ വഴി തെറ്റിപ്പോയി കേട്ടോ. എന്നിട്ട് ലോക്കൽ റോഡ് ഇറങ്ങിപ്പോയി. അവിടുന്ന് ലാസ്റ്റ് തിരിഞ്ഞ് ആദ്യം എയർപോർട്ടിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് കുത്തിയിരുന്ന് പഠിച്ചു കേട്ടോ. എന്നിട്ട് റോഡൊക്കെ സൂം ചെയ്ത് നോക്കി. ഇതിലിപ്പോൾ നമ്മൾ വില്ലാച്ച് വഴി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ വില്ലാച്ച് വഴി അടിച്ചിട്ടു. ടോംടോമിൽ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ, ഇതിനകത്തും അവിടുത്തെ ലൊക്കേഷൻ കേട്ടോ. മൊത്തം 4 ഡിവൈസായി. കമ്പനി ഫോണിന് റോഡ് നമ്പറിന് വേണ്ടി മാത്രം. ഇപ്പം നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ A13 റോഡാണ് കേട്ടോ. അത്ര വലിയ രസമൊന്നും ഇല്ലാത്ത റോഡാണ്. കുഴപ്പമൊന്നും ഇല്ല. എന്നാലും ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും. ചില സമയത്ത് നമ്മളിങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയാലും നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. സർവ്വസാധാരണ കേട്ടോ. കുഴപ്പമില്ല. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഓടാനും ഉണ്ട്. ഇനി 600 കിലോമീറ്റർ ഉണ്ട്. 4.5 മണിക്കൂർ ടൈമുള്ളൂ ഇന്ന് ഓടാൻ വേണ്ടി. 3 മണിയാകുമ്പോൾ ഓസ്ട്രിയ പാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഓസ്ട്രിയ കയറ്റി അവിടെ സൈഡാക്കി വെക്കണം. അതാണ് പ്ലാനിങ്. അപ്പം നാളെ വീക്കെൻഡ്. നാളെ വണ്ടി എടുക്കത്തില്ല. നാളത്തെ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ലോഡ് ഇറക്കേണ്ട ലോഡാണ്. നമ്മളെങ്ങനെ ഇറക്കാൻ നോക്കും, അത് വേറെ കാര്യം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡും പരിപാടിയെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇറ്റലിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കയറുന്ന റോഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്ന A1 റോഡ്. A4 കേട്ടോ. മാറിപ്പോയി. A4 റോഡാണ് ഇത്. ഇപ്പോൾ പുതിയതായിട്ട് ടാറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി സൈഡൊക്കെ ഉണ്ടോ. പെയിൻ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക. അടിപൊളി റോഡ്. കിട്ടില്ല റോഡ് കേട്ടോ. ഒരുത്തം ബേക്കിൽ നമ്മൾ ഓവർടേക്ക് അടിക്കാൻ കയറുന്നുണ്ട്. അടിപൊളി സ്ഥലവും
നമ്മളിന്ന് ഹോസ്റ്റേ കയറി കിടക്കണമെന്നാണ് ആഗ്രഹം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. നാളെ ഇറക്കേണ്ടതാണ്. 500 കിലോമീറ്റർ ഇനിയും കിടക്കുകയാണ്. ആകപ്പാടെ ഇന്നിനും ഓടാനുള്ള 3 മണിക്കൂറേ ഉള്ളൂ. റോഡൊന്നും പറയാനില്ല കേട്ടോ. കിടിലൻ റോഡെന്ന് പറഞ്ഞാൽ കിടിലൻ റോഡ്. ജർമ്മനിയൊക്കെ ഓട്ടോബാനിൽ കയറി കഴിഞ്ഞാലുള്ള ഇതില്ല, അതേപോലെ ഉണ്ട്. ഫ്രൂട്ട്സ് വണ്ടി, ഇങ്ങനത്തെ ഒക്കെ വണ്ടിയിൽ കയറണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. ഫ്രീസറാണ് കേട്ടോ. ക്യാരറ്റും വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫ്രീസർ വണ്ടീൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഡോക്കിൽ കൊണ്ട് വെച്ചാൽ മതി. പിന്നെ വേറെ പൊളി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഫിസിക്കൽ വർക്കുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ. സ്ഥലം കണ്ടോ എഴുതിയിട്ടിരിക്കുന്നത്? കൃഷിക്കാട്ടാ. നമ്മളിപ്പോൾ ഇറ്റലിയിൽ കൂടെ ഓടുന്ന കേട്ടോ. A23 റോഡ് നമ്പർ A23 ആണ്. ചെറിയ പാർക്കിംഗ് ആണ്. മുമ്പിൽ കാണുന്ന നല്ല അടിപൊളി മലയാന്ന് കേട്ടോ. കിട്ടില്ല സ്ഥലം കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം. എപ്പോഴാ നോക്കിയാലും അടിപൊളി. നല്ല റോഡും നല്ല സ്ഥലവും കേട്ടോ. ആകാശമെല്ലാം കണ്ടോ പ്രത്യേക കളർ ടൂണിലുള്ള അടിപൊളിയായിട്ട്. ഇടയ്ക്ക് ക്യാമറ ഉണ്ടോ മുമ്പിൽ, അതാണ് പറയുന്നത് കേട്ടോ. ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലി ഓടി തീർന്നിട്ടില്ല. ഇതാണ് SOS വണ്ടി ഇടുന്നത്. ഇങ്ങനെയാണ് ഇടുക. ഇതാണ് കേട്ടോ നമ്മുടെ ഇറ്റലീൻ്റെ ക്യാമറ വരുന്ന ഇതാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇതിലെ വന്നിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ഇതിലായിരുന്നു. അടിപൊളി. മിക്കവാറും നമ്മൾ ആ മലേൻ്റെ ഇടുക്കുവഴിയൊക്കെ ആയിരിക്കും പോകേണ്ട കേട്ടോ. എനിക്ക് അടിപൊളിയായിരിക്കും. ട്രാക്ടറെ കണ്ടോ? ട്രാക്ടർ നമ്മുടെ നാട്ടിലെ പോലത്തെ കുഞ്ഞ് ട്രാക്ടർ. ഇവിടെ കുഞ്ഞ് ട്രാക്ടറുണ്ട്, വലിയ ട്രാക്ടറും ഉണ്ട് കേട്ടോ. വെള്ളമെല്ലാം കണ്ടോ? പച്ച കളർ കേട്ടോ. എനിക്ക് പച്ച കളർ വെള്ളം. അതായത് മലമേലയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഐസെല്ലാം ഉരുകി വരുന്നതാണ് കേട്ടോ. അപ്പുറമൊക്കെ പച്ച കളറാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ മലേൻ്റെ ഇടുക്കുവഴിയാണ് ഇപ്പോൾ ഈ പോകുന്നത് കേട്ടോ. വലിയ പാലമാണ്. നല്ല സ്ഥലവും കാണാൻ അടിപൊളി സ്ഥലം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെ കുറേ തരിശായ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപടി ഉണ്ട് കേട്ടോ. ഇതിവിടെ മൊത്തം മലയും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. തുരങ്കങ്ങൾ കുറവാണ് ഈ വഴിക്ക്. സാധാരണ രീതിയിൽ ഇറ്റലി വന്ന് ചാടിക്കഴിഞ്ഞാൽ തുരങ്കങ്ങളുടെ ഏറുകളിയായിരിക്കും. ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോട്ടിൽ തുരങ്കം കുറവാട്ടോ. ഇതെല്ലാം തരിശായിട്ട് കിടക്കുന്ന സ്ഥലം, മലകളാണ്. ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റൂല എന്നല്ല, കൃഷി ചെയ്യാനൊക്കെ പറ്റും, പറ്റാണ്ടൊന്നുമില്ല. കാരണം ഇറ്റലിക്കാരൊരു സംഭവമാണ്. അതിനുള്ള സാധനമൊക്കെ കാണിച്ചു തരാം. അപ്പുറത്തെ പറഞ്ഞു A22 വരുമ്പോൾ ഒക്കെ ഉണ്ട് മലേൻ്റെ മേലെയൊക്കെ കൃഷി ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. അയ്യോ ഇവരൊരു വല്ലാത്ത സംഭവമാണ്. അതേപോലെ ബൈക്കും കൊണ്ടുള്ള കളിയും തുടങ്ങി കേട്ടോ. ആളുകൾ ബൈക്കും കൊണ്ട് എല്ലാവരും വെളിയിൽ ഇറങ്ങി തുടങ്ങി. കാരണം ചൂട് തുടങ്ങിയില്ല ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ബൈക്കിൻ്റെ ആൾക്കാരെല്ലാം നല്ല അടിപൊളിയായിട്ട് വണ്ടിയെടുത്ത് കറങ്ങാൻ ഇറങ്ങി തുടങ്ങി. മലേൻ്റെ ഉള്ളിൽ കൂടെ ഈ പോകുന്നത് കേട്ടോ റോഡ്. നീണ്ടു നിവർന്ന് കിടക്കുകയാണ് റോഡ്. ഈ മലയ്ക്ക് ഒരു കളറ്, ആ നേരെ നിൽക്കുന്ന മല ഉണ്ടോ വേറൊരു കളർ. ഇപ്പുറം നിൽക്കുന്ന മലയ്ക്ക് ഏകദേശം ഇതിൻ്റെ അതേ കളറാണ് കേട്ടോ. അടിപൊളി. നമുക്കിനി ഓടാൻ വേണ്ടി ആ പാടെ 2 മണിക്കൂറും 10 മിനിറ്റും ഉള്ളൂ കേട്ടോ. 9 മണിക്കൂർ ഡ്യൂട്ടിയായി. പിന്നെ 24 മണിക്കൂർ വീക്കെൻഡ് റെസ്റ്റ് കേട്ടോ. നമ്മൾ തുരങ്കത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചേ ഉള്ളൂ. റോഡ് പണിയാണ് കേട്ടോ മുമ്പിൽ. റോഡ് പണിയായിട്ട് റോഡ് തിരിച്ച് വിടുന്നതാണ്. ഇത് ഏത് റൂട്ടിലേക്കാണ് വിടുന്നതെന്ന് അറിയത്തില്ല. ബ്ലോക്കും തുടങ്ങിയില്ല. ദൈവമേ ബ്ലോക്കാണോ? ഇല്ല, അത് അപ്പുറത്തെ റോട്ടിലേക്ക് തിരിച്ചു വിടുന്ന കേട്ടോ.
കണ്ടോ നേരെ അപ്പുറത്തേക്ക്. നമ്മൾ തുരങ്കത്തിൻ്റെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ചെറിയൊരു ഇതിൻ്റെ മേലെ ഒരു മീനിൻ്റെ പടം വരച്ച് വെച്ചിരിക്കുന്നതാണ്. റോഡ് കണ്ടോ, റോഡ് പണിയാണ് കേട്ടോ. എൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന ഒരു വീടാണ്. മണ്ടയ്ക്ക് ഇരിക്കുന്നു. റോഡ് തിരിച്ച് വലിയ റോട്ടിൽ കയറ്റി വിട്ടു കേട്ടോ. ബൈക്കേഴ്സ് പോകുന്നുണ്ടോ, ബൈക്കുകാർ. നമ്മളടുത്ത തുരങ്കത്തിൻ്റെ കളിയാ. കാട് മൂടിയ തുരങ്കം കേട്ടോ. കാടൊക്കെ മൂടി പുറത്തോട്ട് കിടക്കുന്നു. അടുത്ത ബൈക്കുകാരൻ പോകുന്നു കേട്ടോ. ബൈക്കുകാരെ കൊണ്ട് കളിയായി കേട്ടോ. മൊത്തം റോഡിൽ മൊത്തം ബൈക്കുകാരാണ് ഇപ്പം, പഴയ പോലെ അല്ല. വാ, ഏതാ സ്റ്റൈല് സ്ഥലം, കിട്ടില്ല സ്ഥലം. ഇത് ചെറിയ പുഴ പോലത്തെ സ്ഥലമാണ്, വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം കുറവാ. അടിപൊളി സ്ഥലം കേട്ടോ. കിട്ടില്ല വ്യൂ. എല്ലാം ഫുള്ള് മലയാണ് കേട്ടോ. ഫുള്ള് മലയാണ്, ചുറ്റോട് ചുറ്റും മല കേട്ടോ. അവിടെയൊക്കെ ഓരോ മലകളുണ്ടോ, അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ മാറ്റം കണ്ടോ, ഓരോ മലയ്ക്ക് ഓരോ കളർ. കിട്ടില്ല സ്ഥലം. വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ടോ, റെസ്റ്റ് എടുക്കുന്ന കേട്ടോ. നമ്മൾ ഈ തുരങ്കത്തിൻ്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. നേരത്തെ തുരങ്കം അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 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 തുരങ്കം തുടങ്ങി കേട്ടോ. ഇപ്പോൾ കണ്ടിട്ട് അടുത്ത തുരങ്കത്തിലേക്ക് കയറാൻ പോകുന്നതായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മുടെ നാട്ടിലത്തെ കൂട്ട് വീടൊക്കെ കണ്ടതാണ്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ സമ്മതിക്കണം കേട്ടോ. നമ്മുടെ രാജ്യത്തിനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നതല്ല, നമ്മുടെ സംസ്ഥാനത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇന്ന പോലെയാണ് സംഭവങ്ങൾ, ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ. കാരണം ഇത് മനസ്സിലാക്കണം. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കട്ടെ കേട്ടോ. അതുപോലെ എന്താ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വെള്ളമെന്ന് നോക്കി. പച്ച കളർ കേട്ടോ വെള്ളത്തിന്, കിട്ടിലും കളർ. ഞാൻ ഇതുവരെ ഇതിലെ വന്നിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര അടിപൊളി, കാണാൻ അടിപൊളി സ്ഥലം. ഇവിടെ എല്ലാം പാർക്കിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി വെള്ളത്തിൽ ഒന്ന് ചാടും. അത്രയ്ക്ക് അടിപൊളി വെള്ളം കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി വരികയും ചെയ്യാം. ഇത് നേരെ ചാടി എങ്ങനെയെങ്കിലും ചാടി ഇപ്പുറത്തെത്തി നേരെ വെള്ളത്തിൽ ചാടാം. എന്തത് വെള്ളമല്ല, ഇത് കേരളത്തിൻ്റെ തനതായ സാധനമല്ല ഇത്. പിന്നെ അപ്പുറമൊക്കെ മഞ്ഞ് പെയ്തിട്ട് ആ വെള്ളം ഊറി വരുന്ന കേട്ടോ. അതാ ഇത്രയും നല്ല അടിപൊളി ക്വാളിറ്റി വെള്ളം. വെള്ളമൊക്കെ എടുത്ത് നമുക്ക് വേണം കുടിക്കാൻ എടുക്കാം. അത്രയ്ക്ക് അടിപൊളി വെള്ളമാണ്. പച്ച കളർ, പച്ച. ഇതാ അടുത്ത പാർക്കിങ്, കിടിലം പാർക്കിങ്. ഈ വിൻ്റർ സമയത്തൊക്കെ ഇതിലെ വരണം കേട്ടോ. കിട്ടില്ല സ്ഥലമായിരിക്കും ഇതെല്ലാം കാണാൻ വേണ്ടി. ഓങ്ങിയ ലുക്കായിരിക്കും. മലനിരകൾ കണ്ടു തുടങ്ങിയാൽ മനസ്സിലാക്കിക്കോളൂ ആ തുരങ്കം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയെന്ന്. ഇല്ലെങ്കിൽ ഇവന്മാരത് നമ്മൾ 2-3 ദിവസം കൊണ്ട് ഓടി ഈ മലയൊക്കെ കയറി ഇറങ്ങി അപ്പുറം എത്തുമ്പോഴത്തേക്കും സമയം എടുക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റീലിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവന്മാർ 2-3 മണിക്കൂർ കൊണ്ട് ഈ സാധനം തുരങ്കം അടിച്ച് അപ്പുറം ഇറക്കി വിടുന്ന കേട്ടോ. ഫുള്ള് തുരങ്കം. ഇത് 1980 കാലഘട്ടങ്ങളിലെ തുരങ്കം വരെ ഉണ്ട് ഇവിടെ. ഒരു ഫ്രജസ് എന്ന് പറഞ്ഞ തുരങ്കമുണ്ട്. അത് 1980 പണിതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് തുരങ്കങ്ങൾ നല്ല രീതിയിൽ പണിത് തുടങ്ങിയിട്ട്. ഇവര് ടെക്നോളജി ബേസാണ് കേട്ടോ മൊത്തം പരിപാടി. ഇവിടെ കാണാൻ ആ വെള്ളം തന്നെ കേട്ടോ. ഭയങ്കര സംഭവമാണ് വെള്ളം. അവൻ എക്സിറ്റ് പോയി, ഞാൻ നേരെ തന്നെയല്ലേ, ഞാൻ നേരെ തന്നെയാണ്. അത് പാർക്കിംഗ് ആട്ടോ, അടിപൊളി പാർക്കിംഗ്. ഇവിടെ കിട്ടിയ അടിപൊളിയായിരുന്നു. നമുക്ക് ഓടാണ്ട് 2 മണിക്കൂറോടെ ഓടാണ്ട്. അത് ഓടി തീർക്കാണ്ട് വേറെ വഴിയില്ല. നല്ല അടിപൊളി സ്ഥലം നോക്കി. കിടില സ്ഥലം, തുരങ്കം. ഇതാ വെള്ളച്ചാട്ടം, കിടില സ്ഥലം, കിടില. വാ, കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ അത് കാണാൻ മാത്രമുള്ള സ്ഥലങ്ങൾ. തുരങ്കം
അപ്പുറം ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഞെട്ടുന്ന കാഴ്ചകളുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടാവും. പ്രകൃതി നീ എത്ര മനോഹരി എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പ വലിയ തുറങ്ങുന്ന പോലെ. ഇവിടുന്ന് ഇറക്കാം. വലിയ കുഴി പോലെ തോന്നുന്നുണ്ട് താവട്ടെ. എന്തോ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും നല്ലൊരു അടിപൊളി ഒരു കാഴ്ച ഉണ്ടാവും ഇതിന് ഇറങ്ങുമ്പോൾ. നമ്മൾ ഞെട്ടാൻ പാകത്തിന് ഒന്നുമില്ല. അതൊരു വലിയ മലയാണ്. ആ മലേൻ്റെ മേലെ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വെള്ളം അതിൻ്റെ മേലെ താഴോട്ട് ചാടുന്നുണ്ട് കേട്ടോ. ഇതേണ്ട ഇവിടെ വെറും പച്ച കളറുണ്ടോ വെള്ളം. വെള്ളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും ടണൽ. സ്ഥലം കാണാൻ പറ്റും. നമ്മളെപ്പോൾ ഉള്ളവർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡ്രൈവറായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലം കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി ഇങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാം കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഉള്ളവരുടെ കോണം. എന്താ കിടിലൻ സ്ഥലം. ഇത് പഴയ ഒരു വീട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. അത് വീട് തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇതൊരു പാർക്കിംഗ് ആണ്. ഇവിടെ ഒക്കെ കിടന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ട്. എന്താ അടിപൊളി വ്യൂ എന്ന് കണ്ടോ. ഇപ്പം നല്ല ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. ടെമ്പറേച്ചർ 18 ഡിഗ്രി ഉള്ളൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കാം. വീണ്ടും നമ്മൾ തുരങ്കം. 1:31 സമയം. 1.5 മണിക്കൂറോട് ഓടാം. അത് കഴിഞ്ഞ് ബാൻ തുടങ്ങും. വരുവാ പോവാ. സ്പീഡ് പോലും കുറയുന്നില്ല കേട്ടോ. ഒരേ പോക്കാണ്. 85 എന്ന് പറഞ്ഞാൽ 85. ഇതിപ്പോൾ നമ്മളൊരു ടണലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. നമ്മളിപ്പോൾ ടണലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ്ടൊരു പാലം. ഇതേ നമ്മുടെ നേരത്തെ മുമ്പിൽ പോയ വെജിറ്റബിൾ വണ്ടി ഇതേ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് എന്ന്. അല്ല എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു കേട്ടോ വണ്ടീൻ്റെ. അടുത്ത ടണലിലേക്കാണ് കയറാൻ പോകുന്നത്. ബോർഡർ ആയി കേട്ടോ. ബോർഡർ ഏകദേശം അടുപ്പിച്ചു. അതിൻ്റെയാണ് ഈ ടണലും പരിപാടിയൊക്കെ കണ്ടമാനം കാണുന്നത്. അടുത്ത ടണലിൽ ഇറങ്ങി വീണ്ടും അടുത്ത ടണലിലേക്ക് കയറാൻ പോകുന്നത്. കണ്ടോ താഴെ കണ്ടോ വീടുകൾ. നല്ല അടിപൊളി വീടുകൾ. അടിപൊളി വീടുകൾ. ഇവരൊക്കെ റോട്ടിലെ വീട് വെക്കുക. അതെന്താ അങ്ങനെ? അതൊരു വെറൈറ്റി ആട്ടോ. ഇവർ ആ വീടെല്ലാം നിൽക്കുന്നുണ്ടോ റോട്ടിലാണ്. ഇതൊരു പാലം. അടുത്ത റോഡ്. അത് അവിടെ ഒരു വീട്. 60 കിലോമീറ്റർ സ്പീഡ് കേട്ടോ. അടുത്ത ടണൽ. സ്പീഡ് എല്ലായിടത്തും കുറച്ചു. നമ്മളും ഡീസൻ്റായി 60. ടണലുകളെയും കൊണ്ട് ഏറുകളിയാണ് കേട്ടോ ഇവിടെ. അടുത്ത ടണൽ കഴിഞ്ഞു. അതാണ്ട് അടുത്ത ടണലിലേക്ക് കയറാൻ വേണ്ടി പോകും. വീടൊക്കെ കണ്ടോ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാമറ ഉണ്ടാകും കേട്ടോ. സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞ കേട്ടോ. സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചവിട്ടി പൊളിക്കാം. താഴെ കൂടെ റെയിൽവേൻ്റെ ടണൽ പോകുന്നുണ്ട്. ഇവരെന്തോ ടണലിനെ കൊണ്ട് ഏറുകളി കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എല്ലാം ഭയങ്കര ടണലിനോട് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെ ഇവർ. ഇറ്റലിക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്ര സ്നേഹമുള്ള. ഫുള്ള് റോഡ്. അപ്പുറം ഇപ്പുറം ഒക്കെ റോഡാണ് പോകുന്നത് കണ്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നല്ലൊരു പൈസ വേണം. ഇതേപോലെ റോഡ് പണിത് വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ ബോർഡറിലേക്ക് ഒരു 10-30 കിലോമീറ്റർ ഗ്യാപ്പിലുള്ളത് ഓസ്ട്രിയ ബോർഡർ കേട്ടോ. ഓസ്ട്രിയ കയറാൻ പറ്റണമെന്നുണ്ട്. പക്ഷെ എന്നാലും കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല. മല നിൽക്കുന്നുണ്ട്. ഓരോ മലകൾ ഓരോ ചാലാണ് കേട്ടോ.
ഇങ്ങനെ ചാല കിടക്കുന്നു. വീട് ഇറ്റാലിയൻ വീടുകൾ, നല്ല അടിപൊളി വീടുകളാട്ടോ. പാലം, നല്ല അടിപൊളി പാലം, പുൽമേട്. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എവിടെയും പുൽമേട് പോലെയുള്ള സ്ഥലങ്ങൾ അവർ വെട്ടി ഒരുക്കി വെക്കും എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറേയൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെക്കും. നമ്മുടെ നാട്ടിൽ കാട് വളരുന്ന പോലെയാണ് ഇവിടെ പുൽമേട് വളരുന്നത്. ഇത് ഇവിടുത്തെ ആ ചെടികളുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. മലയാന്ന് കേട്ടോ, മല മല. അടിപൊളി സ്ഥലം കിട്ടുന്ന സ്ഥലം. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. നമ്മുടെ 520 ആണ് കേട്ടോ വണ്ടി. പുഷ്പം പോലെ കയറുന്നു, പുഷ്പം പോലെ. മറ്റവന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ കിടന്ന്, മറ്റവന്മാരൊക്കെ ഇവിടെ കിടന്ന് മുക്കറ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പുല്ല് പോലെ വലിച്ചു കയറും നമ്മുടെ വണ്ടി കയറ്റമൊക്കെ. നമ്മൾ ഇറ്റലി ഏകദേശം ഇറങ്ങാൻ പോവാണ്. ഇറ്റലീൻ്റെ ടോള് അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ടോളിന് അടുപ്പിച്ചത്. അങ്ങനെ ടോളെത്തി. ഇത് നമ്മുടെ ഈ യെല്ലോ ലൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിപാസ് പോകാനുള്ള ഇതാണ് കേട്ടോ. ഈ യെല്ലോ ലൈൻ കണ്ടോ, അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്താനാകുമ്പോഴത്തേന് സ്പീഡ് ലിമിറ്റ് 30. നമ്മളങ്ങനെ ആസ്ട്രിയ ബോർഡർ കയറി കേട്ടോ. ഓസ്ട്രിയൻ്റെ അതിൻ്റെ അകത്ത് ആ കാണുന്ന ഒരു വര ഉണ്ടാവും, ഒരു കറുപ്പും വെള്ളം ഓസ്ട്രിയൻ്റെ ബോർഡറാണ്. അടുത്തറിയാൻ വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ ഗോ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കാണുന്നത് അത് കീ അടിയും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഓസ്ട്രിയ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബിഗിനിങ് കൺട്രി അടിക്കാൻ പോവാം. ഓസ്ട്രിയയിൽ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രൈവർമാരായിരിക്കും പൊതുവെ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. ഇവിടെ നല്ല ഫൈനാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാട്ടോ. എനിക്ക് ആദ്യം തന്നെ 500 കിട്ടിയോടുകൂടി എനിക്ക് നല്ല പേടിയാണ്. ഭയങ്കര മല കേട്ടോ, ഇത് ഭീകര മലയാണ്. ഭയങ്കര ഇറക്കവും വണ്ടിയിലെ പിടുത്തം പെട്ടാ പോകുന്നു. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പം മുമ്പിൽ കണ്ട ഒരു മല നിൽക്കുന്ന മലേൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നു. കണ്ടോ അല്ല അടിപൊളി ഒരു മല. പണ്ടാരം എപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വരൂലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിൽപ്പുണ്ടോ ഒരു കുത്തനെയാന്ന് കേട്ടോ നിൽക്കുന്നത്. ചിലർ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കൊണ്ട് വീടും വെക്കും, അതാ രസം. ബിഗിനിങ് കൺട്രി അടിക്കാൻ നിർത്തിയ സമയമില്ല. ആ പാടെ 40 മിനിറ്റ് ഉള്ളു കേട്ടോ. പണ്ടാറടങ്ങാണ്ട് ആറും വച്ചല്ല. നമ്മുടെ സമയം കളയാൻ വേണ്ടി ഓരോ കോപ്പ് അല്ലെങ്കിൽ സമയമില്ല. ടെൻഷൻ ടൈമാണ് കൈ പിടിച്ച് ഓടിക്കേണ്ട അവസ്ഥയായി. 40 മിനിറ്റ് ഓടാൻ സമയമുണ്ട് ഇനി, പക്ഷെ ഇതിന് സമയമില്ല. ബാൻ തുടങ്ങാനായി കേട്ടോ. അപ്പോൾ ഏകദേശം ഇനി ഇപ്പോൾ 2:15 3/4 മണിക്കൂറുണ്ട് ഇനി. അപ്പം അതിനുള്ളിൽ നമ്മളെവിടെയെങ്കിലും കൊണ്ട് സൈഡാക്കണം വണ്ടി. ഇനിയിപ്പോൾ 28-ലൊരു പാർക്കിംഗ് ഉണ്ട്, 35-ലൊരു പാർക്കിംഗ് ഉണ്ട്. ആ 35-ൽ പാർക്കിങ്ങിൽ കൊണ്ട് കയറ്റും കേട്ടോ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോൾ ബിഗിനിങ് കൺട്രി അടിച്ചു, നമ്മൾ വീണ്ടും ചവിട്ട് തുടങ്ങി. ഇതാ ബൈക്കന്മാരെ കണ്ട, ബൈക്കേഴ്സ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലാവരും ചാവിട്ടി പൊളിക്കല. എല്ലാവരും ഇതാണ്ടോ പോകുന്നത്. ഇതാ അടുത്തവൻ പോകുന്നു. ഇവിടെ BMW ഒക്കെ ബൈക്കുകളാണ് മെയിനായിട്ട് കേട്ടോ. നമുക്ക് സമയമില്ല കേട്ടോ. നമ്മൾ അവിടെ പെട്ട് സമയം 2:15. പാർക്കിംഗ് ഒരു 1.4 പാർക്കിംഗ് കാണുന്നുണ്ട്. എവിടെയും കൊണ്ട് സൈഡാക്കി വെക്കണോ, ഇല്ല ഇപ്പോൾ ഇന്ന് ശരിയാവില്ല കേട്ടോ. 2-3 പാർക്കിംഗ് നോക്കി എല്ലാം ഔട്ടറായിപ്പോയി. ഇതുകൊണ്ടോ ഇതെല്ലാം പാർക്കിംഗ് ആണ് കേട്ടോ. ഇതെല്ലാം ക്ലോസ് ആക്കി വെച്ചിട്ടുള്ളത്. എന്താ ചെയ്യുക. ഇനി അടുത്ത പാർക്കിംഗ് 13 കിലോമീറ്റർ കേട്ടോ. നമ്മൾ കെണിയാൻ സാധ്യതയുണ്ട് കണ്ടിട്ട്. പാലത്തിന് മണ്ടേ കൂടെ പോകുന്ന കേട്ടോ. നമുക്കാണാൻ സമയമില്ല.
ഡ്രൈവിംഗ് ടൈം ഓടാൻ സമയമില്ല. എന്ത് പുല്ലാന്ന് പറഞ്ഞാലും 500 euro ആണ് കേട്ടോ ഫൈന്. അതായത് നമ്മൾ ബാൻ്റെ സമയത്ത് വണ്ടി ഓടി കയറിയ 500 euro ഫൈനിട്ട് തരിക. 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. എന്ത് പുല്ലാന്ന് പറഞ്ഞാലും അത്രയല്ലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. റോഡ് പണീൻ്റെ സമയത്ത് ഹോസ്റ്റ് എല്ലാവരും പക്കാ ഡീസൻ്റാ. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അതിൻ്റെയാണ് ഈ വാണിങ് വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയോ ഉണ്ട് ക്യാമറ. അയ്യോ, ഇനിയുണ്ട് കുറച്ച്. ഒരു 11 കിലോമീറ്ററിൽ ഇതുണ്ട്. ആകപ്പാടെ 7 മിനിറ്റ് ഉള്ള കേട്ടോ നമുക്ക് ടൈം. പോലീസ് പിടിച്ചാൽ പണിയായി. പാർക്കിംഗ് ഇല്ല കേട്ടോ, എവിടെയും പാർക്കിംഗ് കിട്ടിയില്ല. അതാണ് നമ്മൾ ഓടി കയറിക്കൊണ്ടിരിക്കുന്ന വണ്ടി. പാർക്കിംഗ് എത്തിയേട്ടാ. എന്തൊരു ടൈമിംഗ് ആണെന്ന് അറിയാം, 3:02 കേട്ടാ പാർക്കിംഗ് ആയി. സംഭവം ഇവിടെ എത്തി. നമുക്ക് ലൈറ്റ് വേണം, ഈ സാധനം തുറന്നിടും കേട്ടോ. ഇവിടെ ഫസ്റ്റ് എത്തിയാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി കർട്ടൻ ഫുള്ള് ക്ലോസ് ആക്കും. അതെല്ലാവരും ഇത് തന്നെയാണ് പരിപാടി, കർട്ടൻ ഫുള്ള് ക്ലോസ് ആക്കും കേട്ടോ. അതിൻ്റെ ഒരു ഇത് പൂട്ടുള്ള എത്തി കേട്ടോ. വല്ലാത്ത പടല തന്നെ. ഇപ്പം സമയം 3:06. ഇപ്പം സമയം 3:06 കേട്ടോ. ഇതൊക്കെയാണ് ടെൻഷൻ അടിച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മളെപ്പോൾ ഉള്ളൊരു ടെൻഷൻ അടിക്കുക. കാരണം ഇത് ഓടി എത്തേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പം വീക്കെൻഡായി, നാളെ ഇനി വണ്ടി ഓടത്തില്ല. നാളത്തെ കഴിഞ്ഞ് രാവിലെ അവിടെ എത്തണം. 8 മണിയാണ് പറഞ്ഞാൽ 8 മണിക്കൊന്നും എത്തൂല. അപ്പോൾ വീക്കെൻഡിലേക്ക് കയറും കേട്ടോ. നമ്മളെ രാവിലെ ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. അതായത് ഇന്നലെ കിടന്ന പാർക്കിംഗ് ആണിത്. ഇവിടെ കാരവാനൊക്കെ കാണും. മഞ്ഞ് പെയ്ത് കിടക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ആ മലയുണ്ടേ കണ്ടോ, മഞ്ഞ് പെയ്ത് കിടക്കുന്ന കേട്ടോ. അതേപോലെ ആ ഫ്രണ്ടിലും മുമ്പിൽ കാണുന്നു ക്യാമറ ഇരിക്കുന്നുണ്ടോ. ഫുള്ള് കറക്റ്റ് 85 ടണൽ. നമ്മളിപ്പോൾ ഓസ്ട്രിയ ഉണ്ട് കേട്ടോ. ഓസ്ട്രിയ ഒരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പം ജർമ്മനിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ജർമ്മനി കയറി ഉൾപ്രദേശമായി 30 കിലോമീറ്റർ സ്പീഡുള്ള സ്ഥലം. കുഞ്ഞ് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. നമ്മളിപ്പോൾ കമ്പനി എത്തി കേട്ടോ. കമ്പനി ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ അതേ സെയിം സാധനം ഇറക്കുന്നുണ്ട്. അറിയില്ല എന്താ സംഭവം, എന്താണെന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ കമ്പനി. നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ പോയി വട്ടം കറങ്ങി വരാനാണ് പറഞ്ഞ കേട്ടോ. എന്നിട്ട് അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി വെക്കാൻ പറഞ്ഞു. അപ്പം ഇതും അവിടെ കിടക്കുന്ന വണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പാർക്കിങ്ങിൽ ഇതാണ് കേട്ടോ കമ്പനി. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചെറുങ്ങനെ സൈഡാക്കി വെക്കുക. അപ്പോൾ ഇത് കമ്പനീൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഇറക്കാൻ നിൽക്കുന്നതാണ്. സൈഡൊക്കെ ഓപ്പണാക്കി. അപ്പുറത്തൊരു വണ്ടി ഉണ്ട്, അവന് എന്തോ പ്രശ്നമുണ്ട്. ലോഡിന് എന്തോ ഡാമേജാന്ന് തോന്നുന്നു. ഇത് ഇറക്കിയിട്ട് അടുത്ത ലോഡിങ്ങിന് പോകണം കേട്ടോ. ഇനി ഇതെന്താ സാധനം എന്നറിയില്ല. സംഭവം ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ. മൊത്തം മെനക്കേടുണ്ട്. എല്ലാ സ്ഥലവും പൊളിച്ചിട്ടാണ് പരിപാടി. കണ്ടോ 4 സൈഡും പൊക്കി. ഇനി അത് ഇരുത്തലാണ് കുറച്ച് പാട് കേട്ടോ. ഈ വണ്ടിയിൽ ഇതുപോലെ തുറന്നിട്ടിരിക്കുക. ഇതും അതിൻ്റെ സാധനം, വേറെന്തോ എഞ്ചിൻ്റെ എന്തോ ഭാഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. വേണ്ട ഗോ ഗോ. ഓക്കെ. കഴിഞ്ഞു. നമ്മളിനി ഫുഡ് അടിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പ് പൂർത്തിയായി. ഇനി അപ്പോൾ അടുത്ത ട്രിപ്പ് ഇവിടത്തേക്കുണ്ട് കേട്ടോ, ഇറ്റലി. പൊളിച്ച് നമുക്കിപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇത് മൊത്തം നമ്മുടെ ബെൽറ്റ് ഇട്ടിരിക്കുന്ന കേട്ടോ. ഇത് ബെൽറ്റ് ഇങ്ങനെ ബേക്ക് വരെ ഇടണം. ഇത് പൊളിച്ച സാധനമാണ്. ഇതുപോലെ ബെൽറ്റ് ഇടുക. ബെൽറ്റിന് മേലൊക്കെ എറിയാണ്ട് കേട്ടോ കുറച്ചും കൂടി. ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ ആണ്. ഇതൊക്കെ ഒരു ഐഡിയ പുറത്ത് ചെയ്യുന്നതാണ്. എല്ലാം മേലെ എറിഞ്ഞ് ചെയ്തിട്ടുണ്ട്.